ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നെല്ലിക്ക ലേഗ്യം ഉണ്ടാക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെല്ലിക്ക ലേഗ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നെല്ലിക്ക എല്ലാം കഴുകി ഒന്ന് തുടച്ചെടുക്കാം. ഇനി ഇത് ഒന്ന് കുരുമാറ്റി കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്കയെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. നെല്ലിക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ കരിപ്പട്ടി ഉരുക്കിയെടുക്കാം. 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ കരിപ്പട്ടി തന്നെയാണ് എടുത്തേക്കുന്നത്. അതിനാണ് കുറച്ചും കൂടെ ഗുണങ്ങളുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാറുണ്ട്. 2 കഷ്ണം ചുക്ക്, ഏലക്ക, ജീരകം, പട്ട, ഗ്രാമ്പു ഇതെല്ലാം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ലേഗ്യം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുക്കി വെച്ച കരിപ്പട്ടിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം കുറച്ച് നേരമായി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 20 മിനിറ്റോളം നമുക്ക് ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ലേഗ്യം അത്യാവശ്യം നല്ല പാകത്തിനൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച ചുക്ക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, ജീരകം ഇതെല്ലാം വറുത്താണ് പൊടിച്ചേക്കുന്നത്. ഈ വറുത്ത് പൊടിച്ച പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൻ്റെ അളവ് കുറച്ച് കൂടുതൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് കൂടെ അളവ് കൂട്ടിയെടുത്താലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. ഒരു 40 മിനിറ്റ് ആയപ്പോഴത്തേക്കും ലേഗ്യം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നല്ലൊരു തുടച്ച് ഉണക്കിയ ഒരു ടിന്നിൽ ഇട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇത് ഒരു 2 മാസത്തോളം ഉപയോഗിക്കാം. എല്ലാ ദിവസവും 1 സ്പൂൺ വെച്ച് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. നെല്ലിക്കയുടെ ഗുണങ്ങൾ കൂടുതലായി പറയേണ്ട കാര്യമില്ലല്ലോ. കുട്ടികളുടെ ഓർമ്മശക്തിക്കും അതുപോലെ തലമുടി നന്നായി സമൃദ്ധമായിട്ട് വളരുന്നതിനും ഒക്കെ ഒരു നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. നെല്ലിക്കയായിട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ ലേഗ്യം ഉണ്ടാക്കി കഴിക്കാം. ഇതുപോലത്തെ സിമ്പിളായ റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്